തന്നെയാണ്. ഈ പാലസ്തീൻ പതാകയേന്തിയ ഒരു യുവാവ് ജർമ്മനിയിൽ ആക്രമണം അഴിച്ചു വിടുന്ന ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തന്നെക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടൊരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ പലസ്തീൻ പതാകയമേന്തി ഒരു യുവാവ് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തെരുവോരങ്ങളിൽ കൂടി ഓടുന്നതും പിന്നീട് കത്തി വെച്ചിട്ട് അവിടെ ഉള്ളവരെ ആക്രമിച്ചു എന്നും അതിൽ കുട്ടികൾക്കും കുറച്ചാളുകൾക്കും ഗുരുതരമായ പരിക്കേറ്റു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പലസ്തീൻ അനുകൂലികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ട്. ഇപ്പോൾ ജർമ്മനിയെ പോലുള്ള ഒരു രാജ്യത്ത് പലസ്തീൻ അനുകൂലികൾ എത്തി, അവരെ അപ്പം തന്നെ പോലീസ് കീഴടക്കി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളത് ഇൻ്റർനാഷണൽ വാർത്തകളിലൊക്കെ നോക്കുമ്പോൾ അത് കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയുമായി ഇതിന് ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തർക്കങ്ങളൊക്കെ രൂക്ഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിൽ കൂടി ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ? ഇങ്ങനെ നിരവധി പേർ പലസ്തീൻ പതാകയുമായി രംഗത്തിറങ്ങി. ഇപ്പം നമ്മൾ പ്രീത ചേച്ചി തന്നെ നേരത്തെ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നു, കശ്മീരിൽ വന്ന വീഡിയോ. ഒരു സിൻഹ എന്ന് പറയുന്ന ഒരാൾ ഷെയർ ചെയ്താണ്. കശ്മീരിൽ ഒരു വിഭാഗം ആൾക്കാർ കണ്ണീരോടെ ഇയാളുടെ അയാളുടെ പേരെന്താ, ഹസൻ നസറുള്ളയുടെ ഫോട്ടോയും വെച്ചിട്ട് ഒരു യാത്ര നടത്തുകയാണ്, ദുഃഖയാത്ര നടത്തുന്നു. അപ്പോ ഹസൻ നസറുള്ള എന്ന് പറയുന്നത് പരിശുദ്ധ വലിയൊരു വിഭാഗം ഇതിൽ സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോ അത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഹസൻ നസറുള്ളയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർ എന്തിനും തയ്യാറായി നടക്കുന്നു എന്നുള്ളതാ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെങ്കിൽ പോലും. അല്ലാതെ എനിക്ക് തോന്നുന്നത് എന്താ പറയുമോ, ഇവർക്കെല്ലാം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പ്രതികരിക്കുന്നത്. ഹസൻ നസറുള്ള ലോകത്ത് എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് അതിനേക്കാൾ ഉപരി നമ്മുടെ മത നേതാവാണ്, നമുക്ക് വേണ്ടി ജീവിക്കുന്നയാളാണ്, നമ്മുടെ മതമാണല്ലോ ഇവരുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവർ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായിരിക്കും അവർ ഈ കണ്ണീരൊലിപ്പിച്ച് കാണിക്കുന്നത്. തീർച്ചയായിട്ടും. മറ്റേ അല്ലാതെ സന്തോഷിക്കുന്നവർക്കറിയാം എന്തുമാത്രം ദ്രോഹമാണ് ഈ ലോകത്തിന് ഈ തീവ്രവാദ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് ആ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്ന് അറിയുന്നവരാണ് ഈ ആഹ്ലാദം പങ്കുവെക്കുന്നത്. നസറുള്ള ഇല്ലാത്ത ഇടം സമാധാനത്തിന്റെ പാതയാണ് എന്ന് നിരവധി പേർ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. ജോ ബൈഡനും പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഇരകൾക്ക് ലഭിച്ച നീതിയാണ് അയാളുടെ ഈ മരണം എന്ന് പറയുന്നത്. അതുപോലെ കമലാ ഹാരിസും പറഞ്ഞു നിരവധി അമേരിക്കക്കാരുടെ ചോര പുരണ്ട ജീവിതമാണ് ഈ നസറുള്ളയുടേതെന്ന്. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പേരെ കൊന്നൊടുക്കി അവരുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാനായി നിരവധി പാവപ്പെട്ട സാധാരണക്കാരെ കൊന്നൊടുക്കുകയും ഇവർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രമുണ്ടാക്കാനും ഇവർക്ക് ഇവരുടെ മതങ്ങൾ അടിച്ചേൽപ്പിക്കാനും സ്ത്രീകളെ ഉപദ്രവിക്കാനും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞത് നിരവധി സ്ത്രീകൾ അവിടെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ മരണം എത്രമാത്രം അവരെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു വിഭാഗം സ്ത്രീകൾ ഇറാനിലാണെന്ന് ആലോചിക്കുന്നത്. അത് ഇറാനിലാണ് അവർ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. ഈ തീവ്രവാദത്തിന്റെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ മൂലം അവർക്കുണ്ടായ ദുരിതങ്ങൾ അവർക്കേ അറിയുള്ളൂ. അപ്പൊ ഈ കശ്മീരിലെ സ്ത്രീകൾ സങ്കടം പങ്കുവച്ചു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഒരു മത നേതാവ് എന്ന ഒരു ലേബൽ അത് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിലായിരിക്കും ഇവർ ഈ വിലാപയാത്ര നടത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ പിന്നെ പാകിസ്ഥാന് വേണ്ടി കരയുന്നവർക്ക് ഇന്ത്യയിലുണ്ട് ഇപ്പോഴും പാകിസ്ഥാന് വേണ്ടി കരയുന്നവരാണ്. നമ്മുടെ ധീര ജവാന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, അതിർത്തികളിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരു തുള്ളി കണ്ണുനീരൊഴിക്കാത്തവർ പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യയിലിരുന്ന് ശത്രു രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പറയുമ്പോൾ അത് ഇസ്ലാമിനെതിരെ എന്ന് പറഞ്ഞ് ഇപ്പോ നമുക്ക് തന്നെ വരുന്ന തെറി കമന്റുകൾ പലസ്തീനി അല്ലെങ്കിൽ ഹമാസിനെ ഹിസ്ബുള്ളയൊക്കെ പറയുമ്പോൾ നമ്മളെ ഭീകരരാക്കിക്കൊണ്ട് നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇപ്പോൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ സിനിജി പറഞ്ഞതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അവർക്ക് ആ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അവർ യുദ്ധത്തിലൂടെ നേടിയെടുത്തത്, പണം കൊടുത്ത് നേടിയെടുത്ത ഒരു രാജ്യം ജൂതരെ ഒന്നോടെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയവരുടെ മുന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു ധീരനായ പ്രധാനമന്ത്രി,
പ്രധാനമന്ത്രി ഈ ഒരു ഇതിനിറങ്ങുന്നത് തന്നെ അവരുടെ അധികാര പരിധി വലുതാക്കാനോ ഈ ഹിസ്ബുള്ളയോ ഹമാസിനെയോ എതിരെ അവരെ തോൽപ്പിക്കുക എന്നതിലുപരിയുള്ള ലക്ഷ്യം എന്താണ്? അവരുടെ രാജ്യത്ത് സമാധാനത്തോടെ അവർക്ക് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂത്തികളായാലും ശരി, അവരെ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇവർ നേരിടാൻ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനതയ്ക്ക് ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ഉറങ്ങണം, ഇവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവരുടെ സമാധാനം ഇല്ലാതാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു പിരിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങുമ്പോൾ പുറകിൽ മൊസാദ് എന്ന് പറയുന്ന അതിലും വലിയ ചാര സംഘടന കൂടെ ഉള്ളപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കണ്ട. ഇന്ത്യയിൽ നടക്കുന്ന ഇത് തന്നെയാണ്. എന്തൊക്കെ ഇനി വിമർശനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നാലും, എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ അഴിച്ചുവിട്ടാലും, ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു 52 ഇഞ്ച് നെഞ്ചളവുള്ള ആ മനുഷ്യൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പുറകിൽ ഇന്ത്യക്കാർ മുഴുവൻ എതിർക്കുന്നവർ പോലും ഇപ്പോൾ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ വലിയ രീതിയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന രീതിയിലേക്ക് ഇപ്പോ യുക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ സമാധാനത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളും വിളിച്ചത് ഇന്ത്യയാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവിടെ തീവ്രവാദ ശക്തികളെ വേരോടെ പിഴുതെറിയാൻ ഒരു തരത്തിലും അവരെ നുഴഞ്ഞുകയറ്റക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവരൊക്കെ ഭയപ്പെടുന്നത് നമ്മുടെ സൈന്യത്തെ അത്രത്തോളം വലിയ രീതിയിൽ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അവരെ ഊർജിതമാക്കാൻ നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നായകൻ ഉള്ളപ്പോൾ പിന്നിൽ ആളുകൾ കൂടി ശക്തമായി ഉണ്ടാകുമെന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇതിൽ കണ്ടത്. കാരണം തങ്ങളുടെ കൂടെ നിൽക്കുന്ന സംഘടനയെ അല്ലെങ്കിൽ സൈനികരെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവിടെ കൂടുതൽ വർത്തമാനങ്ങളൊന്നുമില്ല. കാരണം ലെബനിൽ നിന്ന് ആദ്യം ആക്രമണം ഉണ്ടായത് ഹിസ്ബുള്ളയിൽ നിന്നാണ് അല്ലെങ്കിൽ ഹമാസിൽ നിന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയി ആരെയും ആക്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇരുന്നില്ല, തിരിച്ചടിച്ചു എന്നുള്ളത്. ഹമാസിനെ ഒതുക്കി അപ്പോൾ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങി. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇനി ഹൂത്തികളാണ്. ഹിസ്ബുള്ളയെ ഒരുവിധം ഒതുക്കിക്കൊണ്ട് വരുമ്പോഴാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ ഇസ്രായേലിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഡു ഇറ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ തീർത്തത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഒരു ഭീകരൻ നുഴഞ്ഞു കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭീകര പ്രവർത്തനം നടക്കുമ്പോഴോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എനിക്ക് എൻ്റെ സൈനികരുടെ വിശ്വാസമാണ്, 100 അല്ല 101% എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ ഇന്ത്യയെ കാക്കുമെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഭീകരരെ വച്ചു വാഴിക്കാൻ അനുവദിക്കരുത്, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭീകരത ഇല്ലാതെ അല്ലെങ്കിൽ ഭീകരതയുടെ ഒരു ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയണം. ഇത് തന്നെയാണ് ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ചൈനയും റഷ്യയും മുന്നിൽ നിന്ന് അപലപിക്കുന്നുവെങ്കിലും പിന്നിൽ അവർ സന്തോഷിക്കുകയാണ്. ഇസ്രായേൽ ഇനിയും അടിക്കട്ടെ, ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കട്ടെ എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് അവരും നൽകുന്നത്. എന്തായാലും ഇപ്പൊ ശേഷി പറഞ്ഞതുപോലെ അമ്മയെ അടിച്ചാൽ 2 പക്ഷമുണ്ട്. ശരിയാണെന്നും തെറ്റാണെന്നും, അമ്മ ചെയ്തത് കൊണ്ടല്ലേ കിട്ടിയതെന്നും 10 മാസം ചുമന്ന് പറ്റിയ അമ്മ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെയും ഹസൻ നസ്രുള്ളയെ സ്നേഹിക്കുന്ന കുറേ പേർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോൾ അവർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും, സമാധാനമുള്ള പല രാജ്യങ്ങളും ഇത്തരത്തിൽ പതാകയുമായി കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്താൽ അതിനെ തകർക്കാൻ ആ രാജ്യത്തുള്ള പോലീസിനോ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള സൈനിക ശക്തികൾക്കോ കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വീഡിയോ സത്യസന്ധമായ വീഡിയോ തന്നെയാണ്, അതിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പതാകേന്ത്യ യുവാവിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ പറ്റിയൊന്നും കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. ഈ വ്യക്തിയെ പിടിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അതിലപ്പുറം കൂടുതൽ കാര്യങ്ങൾ, വേറെ പരിക്കേൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അല്ല പരിക്കേറ്റിട്ടുണ്ട്. 9 കുട്ടി, അതിന്റെ ഒരു വിവരം നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 31 പേർക്ക് പരിക്ക്, 3 കുട്ടികളുടെ നില ഗുരുതരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാനസിക വിഭ്രാന്തി കൂടി ഉണ്ടാകാം. ഈ മതം എന്ന് പറയുമ്പോൾ ചിലർക്ക് അതിപ്പോ ഏത് മതം, അത് നമ്മൾ ഒരു മതത്തെ പറയണ്ട, ഏത് മതത്തിലുള്ളവർക്കും
ചിലവർ പറയും ജാതി സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പോൾ പിന്നെ നമുക്കത് ചില സമയങ്ങളിൽ തുറന്നു പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതുപോലെയാണ് ഈ മതവും ഭയങ്കരമായി ഈ ഇൻജക്ട് ചെയ്യുന്നവരുണ്ടല്ലോ. മതം നിയന്ത്രിച്ചു തുടങ്ങുമ്പോൾ മനുഷ്യത്വം ഇല്ലാതാകും. നമ്മൾ ഈ ചെറുപ്പകാലത്തെ വീട്ടിൽ നിന്ന് ഇൻജക്ട് ചെയ്യും, നമ്മുടെ മതമാണെല്ലാം, മറ്റു മതക്കാര് അവരിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് പോലും അവരെ മാറ്റി നിർത്തപ്പെടണം, അവരെ അടുത്തിരുന്നാൽ സഹകരിക്കരുത്, അവരുടെ അടുത്തിരുന്നാൽ കുളിച്ചിട്ട് അകത്ത് കയറാവൂ എന്നൊക്കെയുള്ളൊരു പഴഞ്ചൻ. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ മതഭ്രാന്ത് എടുത്ത് നടക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിൽ വീട്ടുകാർ ഇൻജക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ബോധം വരുമ്പോൾ മാറ്റി ചിന്തിക്കുന്നവരുണ്ട്, ബോധം വന്നാലും മാറ്റി ചിന്തിക്കാത്ത കുറെ പേരുമുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഉള്ള ഇത്തരം ആളുകളാണ് ഈ ഹസൻ നസ്രുള്ളയെ പോലുള്ളവർ മരണപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഒരു നാഥനില്ലാതെ പോയി, ഞങ്ങളുടെ ഒരാളെ കൊന്നു, ഇനി അവന്മാരെ ആരെയും വച്ചേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും എല്ലാ രാജ്യങ്ങൾക്കും സമാധാനം ഉണ്ടാകാനാണ് ഇസ്രായേൽ ഈ തീവ്രവാദ ശക്തികളെ വേരോടെ ഇറക്കി. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർ മറ്റൊരു രാജ്യത്ത് പോയി ഇത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ബെഞ്ചമിൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ഇവരുടെ പിന്നിൽ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തേണ്ട ആവശ്യകത കൂടിയുണ്ട്.